നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മസാല തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ചൊരു ബൗളിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും, പിന്നെ വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇടാം. ഞാൻ ഇതിൽ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല. പിന്നെ സവാള പകുതി ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നല്ലൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. വേണമെങ്കിൽ മാത്രം ഗരം മസാലപ്പൊടി ചേർത്താൽ മതിയാക്കും. ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പൊടികളിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ 2 കോഴിമുട്ടയിലെ അത് ഇതിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ആ സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അടുത്ത സൈഡും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.